ോടും ബാക്കിയുള്ള ആൾക്കാരോടും അടി ഉണ്ടാകുമ്പോൾ ചിലപ്പം ഞാൻ അതിന് റിപ്ലൈ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുക, നാളെ ഞാനോ റിബലോ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും അവനെ തള്ളി പറയാനോ അവനെ ചീത്ത വിളിക്കാനും ലൈവ് ഇട്ട് ചീത്ത വിളിക്കാനൊന്നും ഞാൻ ഒരിക്കലും വരുത്തില്ല. ഞാൻ അങ്ങനത്തെ കുണ്ണയൊന്നും അല്ല, മനസ്സിലായ? അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ 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 അങ്ങനെ ചെയ്യുന്ന ഒരുത്തനാണെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാം, ഒരു പ്രശ്നവുമില്ല. ഞാൻ മറ്റേ അങ്ങനത്തെ ഊമ്പനൊന്നും അല്ല. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂടെ ഒരുമിച്ച് വളർന്നു വന്നവരാണ്. നിർത്തുവാണെങ്കിൽ ഒരുമിച്ച് നിർത്തും. ഇത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരാളായിട്ടും രണ്ടാളായിട്ടും നിർത്തി പോകത്തില്ല. നിർത്തുവാണെങ്കിൽ ഒരുമിച്ച് നിർത്തും, ഒരുമിച്ച് പോവും, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് ഇതിൻ്റെ പുറത്ത് പൈസ ഉണ്ടാക്കാനും ഇതിൻ്റെ പുറത്ത് ഇതുണ്ടാക്കാനും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പോകത്തില്ല. അതത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ ഇന്ന് നാളെ പോയി സരക്കിനെതിരെ കളിക്കാനും നാളെ പോയി അല്ലെങ്കിൽ അവർക്കെതിരെ കളിക്കാനും ഒന്നും എന്നെ കിട്ടത്തില്ല. ഞാൻ അങ്ങനത്തെ ഒരുത്തനൊന്നും അല്ല. അത് ആദ്യം ഫസ്റ്റ് മനസ്സിലാക്കണം. ഞാൻ ഈ ഇഷ്യൂ പറയുന്നതിന് മുമ്പ് അതെനിക്ക് പറയണമെന്ന് തോന്നിയോണ്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇനി മെയിനായിട്ടൊരു കാര്യം പറയാം ഗൈസ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഡിസിഷൻ എടുത്തായിരുന്നു സരക്കിൻ്റെ. എൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ പേഴ്സണൽ കുറച്ച് ഇഷ്യൂസ് കാരണം ഞാനൊരു ഗ്യാപ്പ് എടുക്കുമെന്ന് തീരുമാനിച്ചായിരുന്നു. കാരണം ഗ്യാങ് ആർ പി ഇങ്ങനത്തെ കാര്യങ്ങൾ മെൻ്റലി എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് ഭയങ്കര ഇതായി. നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇൻവോൾവ് ആയപ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് നാളത്തേക്ക് ഒരു ഗ്യാപ്പ് എടുക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് എല്ലാവരും അത് റെസ്പെക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇതാക്കി. നമ്മൾ കുറച്ച് ഗ്യാപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് തിരിച്ചു വന്നത്. പിന്നെ ഈ പറയണത് പോലെ എന്താ പറയുക, ആർ പി വയസ്സാണെങ്കിലും ആൾക്കാർ വലുതായിട്ട് അങ്ങനെ ഇതൊന്നും ചെയ്തില്ല. ഈ ടോട്ടലി ഗെയിമിലാണെങ്കിലും ഔട്ട്സൈഡ് ഓഫ് ദ ഗെയിമിലാണെങ്കിലും എല്ലാം നല്ലൊരു ഗ്യാപ്പൊക്കെ എടുത്തതിന് ശേഷമാണ് തിരിച്ചു വന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ അവന് കുറച്ച് നാളൊരു ഗ്യാപ്പ് വേണമെന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ മെയിൻലി ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ എനിക്കത് ഒട്ടും ഇപ്പോഴും അത് ഇവൻ്റെ കാര്യത്തിൽ ഞാൻ അവൻ്റെ റിബലിൻ്റെ കാര്യം ഇന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. ഇന്നലെ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷൻ്റെ പുറത്ത് പെട്ടെന്ന് നേരെ വന്നൊരു സ്റ്റോറി ഇട്ടപ്പോഴാണ് ഞാനും അത് അറിയുന്നത്. സത്യം പറഞ്ഞാൽ ഞാനും അന്നേരമാണ്, അല്ലാതെ അങ്ങനെ നേരത്തെ പറയുമോ അങ്ങനെ ഒന്നും പറഞ്ഞോ അങ്ങനൊന്നും ചെയ്തതല്ല. നേരെ വന്ന് പെട്ടെന്നൊരു സ്റ്റോറി ഇടുന്നു, ഞാനും കാണുന്നു. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാനും നിങ്ങൾ ഈ കണ്ട ഇഷ്യൂ ഞാനും കാണുന്നത്. അപ്പോൾ കാര്യം എന്താണ്, ഡിസ്കഷൻ എന്താണ്, അല്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് പോലും അറിയാതെ ഇൻബോക്സിൽ വന്ന് ഇത് ചുമ്മാ ഓരോന്ന് പറയണതിൽ എനിക്ക് ഒരിക്കലും താല്പര്യമില്ല. ഈവൻ ദോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം റിബലും ഞാനും തമ്മിൽ ഇതിനു മുമ്പ് റിബൽ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്, കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. എന്ന് കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ അവനെ ഇവനെന്ന് പറഞ്ഞ് ചീത്ത വിളിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാനൊന്നും ആരും നിന്നിട്ടില്ല. അപ്പോൾ അത് ഞാനും ചെയ്തില്ലെന്ന് പറഞ്ഞു. അവനിപ്പം പേഴ്സണലി ഞാനിപ്പോൾ ഈ ലൈവിന് തൊട്ട് മുമ്പ് വിളിച്ചപ്പോഴും ഞാൻ അവനോട് ചോദിച്ചപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഈ ലൈവ് ഇടുന്നതിന് തൊട്ട് മുമ്പ് വിളിച്ചപ്പോഴും ഞാൻ എൻ്റെ അടുത്ത് അവൻ പറഞ്ഞത്, പേഴ്സണലി ഇപ്പോൾ ഒരു ഗ്യാപ്പ് വേണം, എന്താ അല്ലാതെ ഇതൊന്നും അല്ല. അത് ഞാൻ എൻ്റെ കാര്യത്തിൽ ഇതുപോലെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഇവൻ്റെ ലൈവ് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടത് പോലും ഇല്ല. റിബലിൻ്റെ ലൈവ് ഞാൻ കണ്ട പോലും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയുടെ ബർത്ത്ഡേ കല്യാണത്തിൻ്റെ ഫംഗ്ഷന് നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് ഓടി വന്നു. എനിക്ക് ഇൻബോക്സിൽ വന്ന കുറേ മെസ്സേജുകൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒരു റിപ്ലൈ പറയണമെന്ന് പറഞ്ഞ് മാത്രമാണ് ഞാൻ ഈ രാത്രി ലൈവ് ഇട്ടത്, വേറെ ഒന്നും കൊണ്ടല്ല. TV എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അതിൽ അങ്ങനെ എന്തെങ്കിലും ഒരാളായിട്ട് അങ്ങനെ നിർത്തിപ്പോകുമെന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയത്തില്ല. നിർത്തുവാണെങ്കിൽ നല്ല രീതിയിൽ എല്ലാവരും നിൽക്കുമ്പോൾ നിർത്തും. അല്ലാതെ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഈ പറയണത് പോലെ ക്യാരി ഫോർവേഡ് ചെയ്ത് ഇത് മുന്നോട്ട് ഞാൻ കൊണ്ടുപോകത്തില്ല. നിർത്തുവാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിർത്തും ഗൈസ്, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ബാക്കി അവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് ലൈവിൽ വിളിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് അവൻ്റെ പെർമിഷൻ വേണം. അവൻ വന്ന് സംസാരിക്കുമ്പം അത് ഞാൻ സംസാരിച്ചാൽ പോരെ. അല്ലാതെ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പോൾ വേറെ എന്തോ പ്രശ്നം ഞാൻ ഇപ്പോൾ TVയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ എന്തോ ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിലായി. എടാ അത് ഞാൻ തുടങ്ങി വെച്ച അല്ലെങ്കിൽ ഞാൻ തുടങ്ങിയ സാധനമാണ്. അപ്പോൾ എനിക്ക് അതിൽ ബാക്കിയുള്ളവർക്കുള്ള കമ്മിറ്റ്മെന്റ് പോലെ എനിക്കും ഉണ്ടത്. അതിൽ ഞാനിപ്പോൾ എന്താ പറയേണ്ടത്, എൻ്റെ അടുത്ത് ക്ലിയർ ആയിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. മേ ബി ചിലപ്പോൾ അവൻ എന്തെങ്കിലും ആ ഒരു മൊമെന്റിൽ എടുത്ത ഡിസിഷൻ ആയിരിക്കും. കഴിഞ്ഞ വട്ടം ഇപ്പം ഞാനൊക്കെ ഗ്യാപ്പ് എടുത്തതുപോലെ ആയിരിക്കാം. ഞങ്ങൾ ഇത് ലൈവ് കഴിഞ്ഞിട്ട് എന്തായാലും എല്ലാവരോടും ഇരുന്ന് സംസാരിച്ചിട്ട് അതിൻ്റെ ഒരു ഡിസിഷൻ ഫൈനലായിട്ട് പറയണമായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാനാ. ഞാനൊരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാണ് അതാണ് നിങ്ങൾ എന്നെ ഈ ഷർട്ടൊക്കെ ഇട്ട് കാണുന്നത്. എന്നെ ഇങ്ങനെയല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ?
എന്തേലും കേൾക്കുമ്പോൾ വെറുതെ വീട്ടിൽ ഇരിക്കുന്ന കുഞ്ഞിനെയും ഇതിനെയൊക്കെ വിളിച്ച് പറയണത് വെറും ഊമ്പിത്തരമാണ് കേട്ടോ ബ്രോ. ഞാനത് ലൈവ് ഇപ്പം ബോബ് എൻ്റെ അടുത്ത് ഇപ്പം ലൈവ് ഇടുന്നതിന് തൊട്ട് മുമ്പ് ഒരുത്തൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ ബോബ് ഇപ്പൊ പറഞ്ഞ് വിടണ്ണ ലൈവ് ഇട്ട് കാര്യം പറഞ്ഞിട്ട് ഇതാക്ക് എന്നുള്ള രീതിയിൽ ഞാൻ വന്ന് പറഞ്ഞതാ. അല്ലാതെ വേറെ ഞാൻ അവനോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അവന്റെ തള്ളക്കും ഒക്കെ ഞാൻ വിളിച്ച് പറഞ്ഞ് സംസാരിച്ചോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് അത് നിർത്തിയിട്ടാണ് വന്നത്. ഒള്ളി ഹുഡീന്ന് സത്യം. കൊച്ചിന്റെ പേര് കൊച്ചിന്റെ 28 പറയാടാ. കാരണം അതിന്റെ കൂടെ 2-3 ദിവസമായിട്ട് ദഫക്ക് എന്നെ വിളിച്ചിട്ട് ദഫക്ക് ഈകളെ ഒരു പുതിയ ഗെയിം ഇറങ്ങിയിട്ടുണ്ട്, ഈകളത് ട്രൈ ചെയ്യണം, ഈകളെ 1590 എടുത്തിട്ട് ഇത് കളിക്കാതിരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് തന്ന്. അതും കളിക്കണം നമുക്ക്. ബ്ലാക്ക് ടു വയലറ്റ് എന്നോ. ശരി, രായണൻ ഇഷ്യൂ എന്താണെന്നോ. എടാ രായൻ ഓൾറെഡി ഒരു ബ്രേക്കിലാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ രായൻ ഓൾറെഡി ഒരു ബ്രേക്കിലാണെന്ന് പറഞ്ഞു. അവൻ ഉടനെ എന്തായാലും നാളെ തൊട്ട് ലൈവ് ഇടുമെന്ന് രായൻ പറഞ്ഞായിരുന്നല്ലോ. നാളെ തൊട്ട് രായൻ ലൈവ് ഇട്ടുമെന്ന് പറഞ്ഞായിരുന്നു. വാവ ഓക്കെ ആണോ? ശ്യാംകുമാർ ബ്രോ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. അവന് ചെറിയായിട്ടൊരു എന്തോ ഛർദിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഇന്നപ്പോ. ഞാൻ ഇന്ന് അതിന്റെ കുറച്ച് കാര്യങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അവൾ ഇതിനെപ്പറ്റി പറഞ്ഞത് എൻ്റെ അടുത്ത്. കുഞ്ഞോക്കെയാണ്. ബോബിന്റെ ടീഷർട്ട് വാങ്ങിയിടുന്നു. വാടാ. എന്താടാ ശബ്ദമില്ലല്ലോ നിനക്ക്? ശബ്ദം അവിടെ പോയി നിന്റെ. വാ ഇരി. എന്താ ഇരുന്ന് ചിരിക്കണേ? എടാ പോയി ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് വാ, ഇത് കൊള്ളത്തില്ലെന്ന്. എന്നാ ഞാൻ ഒരു സെക്കൻഡ് സംസാരിക്കും. ബ്ലാക്ക് ഷർട്ട് ഇട്ടെ. ഹെഡ്സെറ്റ് വേണ്ടല്ലോ. കുറച്ച് ഇല്ല ഞാൻ നോക്കില്ല, ഇങ്ങനെ പത്തിയിരിക്കാം. കാരണം അവിടെ തുണി മാറാണ്, ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെച്ചോട്ടാ. പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ ദിനം അടിക്കുന്നിടത്തിനല്ല. അന്നൊരു അബദ്ധത്തിൽ പച്ചവെള്ളം ആണെന്ന് പറഞ്ഞ് അറിയാതെ കുടിച്ചതാണ്. അല്ലാതെ മനസ്സറിഞ്ഞ് അങ്ങനെ ചെയ്യുന്ന ആളല്ല ഞാൻ. മനസ്സിലായ? നിങ്ങൾ ആ കണ്ണുകൊണ്ട് എന്നെ കാണരുത്. സുഖമാണോ? അല്ല. പിന്നെ അണ്ണ ഞാൻ ഓക്കെയാണ് അണ്ണ. വീഡിയോ ലീക്ക് ഇടുന്ന കേട്ടോ അണ്ണൻ്റെ. ഹായ്. ഇവരൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ വരുന്ന പറയുമ്പോഴാണ് പാട്ടിന്റെ പാട്ട് എല്ലാം കഴിഞ്ഞ് ഇനി ബാക്കിയെല്ലാം ഉടനെ വരും. ഹായ് ഗൈസ്. പറഞ്ഞു പോടാ കൂടിയത്. അയ്യോ റാപ്പർ ബോബ് early live guys. നമ്മള് മിണ്ടാതിരുന്നാലും പ്രശ്നം. ബ്രോ ഗോട്ട് ലീഗ്ഡ്. ബാലന്റെ വീഡിയോ കാണാൻ പറയുന്നുണ്ട്. കാണാം വീഡിയോ കാണാം. ടീഷർട്ട് മതിയൊന്നും എല്ലാം താഴെ അലക്കിയിട്ടേക്കോടാ. മമ്മിയെ വിളിച്ചെണ്ണിപ്പിക്കണം. പോവട്ടാന്ന് കിൻവിൻ ബ്രോ. എണ്ണിട്ട് പോടാ പോവട്ടോ ഡെവിൻ ബ്രോ. ഗൈസ് എല്ലാവർക്കും വെൽക്കം ഗൈസ്. ആരും എങ്ങും പോത്തൊന്നുമില്ല. അത് ഞാനും ഒരു റേഞ്ചിലൊക്കെ എടുത്തിട്ടില്ലേ നിർത്തുവാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇതിട്ടിട്ടില്ലേ. പിന്നെ എത്ര ഓട്ടോ എന്നെ കിക്ക് ചെയ്യുന്ന അണ്ണൻ പണ്ട് റേഞ്ചിൽ ഇട്ടായിരുന്നില്ലേ? അത് സീരിയസ് ആയിട്ട് ഇട്ടോ, റേഞ്ചിൽ ഇട്ടതല്ല. അത് അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞിട്ടതാ. അത് ഞാൻ ഇപ്പോഴും റിഗ്രറ്റ് പോലും ചെയ്യുന്നില്ല അതില്. ഇല്ല ചില സമയത്തൊക്കെ ഇട്ടതല്ല റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. അതാ
എല്ലാരും കൂടി വന്നിരുന്ന് സംസാരിച്ച തീരുന്ന പ്രശ്നങ്ങൾ നമുക്കെല്ലാം ശരിയാവും. കുഞ്ഞിന്റെ പേര് എങ്ങനെയാ റിവീൽ ചെയ്യുന്നത്? ആനന്ദ് ബ്രോ ട്രിവാൻഡ്രത്ത് ജി ലൈവിന്റെ ഒരു കൺസേർട്ട് വെക്കുന്നു. ഒരു ഗ്രാൻഡ് പരിപാടി. ജി ലൈവിന്റെ ഒരു കൺസേർട്ട് വെക്കുന്നു. ഓപ്പൺ ഇൻവിറ്റേഷൻ, വലിയ സ്ക്രീൻ വിളിക്കുന്നു. ആ സ്ക്രീനിൽ കുഞ്ഞിന്റെ പേര് കാണിക്കുന്നു. ഓക്കെ അല്ലേ? അത് മതി, ഫിക്സ്. എല്ലാം കൂടെ 4 ലക്ഷം രൂപ നീ എനിക്ക് തരണോ? ജി ലൈവ് നമ്മുടെ ബാൻഡാണ് കേട്ടാ. ആനന്ദേ അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി ഒന്നും ഇല്ലടാ, നിർത്തി പോടാ. മുഹമ്മദ് മിൻഹാജ് ഇത് മറ്റേ എസ്തെറ്റിക് പുണ്ടയാണ് കേട്ടാ. കണ്ണാടി നോക്കി ഫോട്ടോ എടുക്കും, പക്ഷെ മുഖത്തിന്റെ അവിടെ ഐഫോൺ ആയിരിക്കും. എസ്തെറ്റിക് പുണ്ട. 3 ക്യാമറ. സത്യം 3 കള്ള തൃക്കുണ്ണം കൊണ്ട. പിന്നെ എന്തിനാണ് നീ ഫോട്ടോ എടുക്കണേ? കഥ ആലോചിക്കണേ. എന്നാ പിന്നെ നിനക്ക് വേറെ വല്ല മാന്റെയോ പഴുതാരയുടെയോ അണ്ടിക്കാലിന്റെയോ വല്ല ഫോട്ടോ ഇട്ടാ പോരെ? എന്തിനാണ് മുഖം മറച്ചിട്ട് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ അതിൽ ഫോട്ടോ എന്ന് പറയുന്ന അർത്ഥം എന്താ? അത് എസ്തെറ്റിക് ആണോ അത്? അയ്യോ ബോബ ഒരു പാട്ട് പാടുന്നു. സിവിലാണോ വോട്ടി റഫീസ് ആണ്? കാർമൽ എടാ അടിപൊളിയാണ്, നല്ല വളരാറ്. ചിണ്ടാപ്പി ഒരു ജസ്റ്റലി വാങ്ങിയത് ആർട്ടിഫിക്സ്. വെൽക്കം ടു ദ സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. പിന്നെന്താ? ഹായ് അണ്ണാ ബോബെ ഉമ്മ ജോസ്. ദാമു PP അപ്ഡേറ്റ് ഇപ്പഴും നടന്നോണ്ടിരിക്കണുള്ളൂ. സോഫ്റ്റ്വെയർ മൊത്തത്തിൽ തീർന്നിട്ടില്ല. ചിരിക്കണേ. അയ്യോ. അപ്പൊ ഇനി എന്താ പരിപാടി പറ. ഞാൻ പെട്ടെന്ന് ഇത് കേട്ടപ്പോ ഇത് കണ്ടപ്പോ എന്റെ ഇൻബോക്സ് കത്തിയത് കണ്ടോണ്ട് ലൈവ് വന്നുള്ളടാ. ഞാൻ ഇൻബോക്സ് കത്തിയത് കണ്ടോണ്ട് ലൈവ് വന്നതാണ്. വിവിധ തരം വിവിധ ഭാഷയിൽ തള്ളക്ക് വിളി. എന്റെ അണ്ണനെ നീ കൊന്നു കളഞ്ഞടാ എന്നൊക്കെ പറഞ്ഞെന്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത് സത്യം. ഒരുത്തന് ഏതോ ഒരു ഭാഷയിലേട്ടാ ഞങ്ങള് പാഞ്ഞ് ഞങ്ങൾ വാഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അവൻ എന്തോ എന്നോട് കാര്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കണോണ്ട് കേട്ടോ. പുള്ളി എന്തോ പറയണെന്ന് എനിക്ക് മനസ്സിലാവാതെ ലാസ്റ്റില് അതില് മൈരാടെ MYRA മാത്രം എനിക്ക് മനസ്സിലായി, ബാക്കിയൊന്നും മലയാളമല്ല. അങ്ങനെ ഒരു ഭാഷയെന്ന് എനിക്കിത് വന്ന്. അപ്പൊ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഇവന്മാരോടൊക്കെ സംസാരിച്ചിട്ട് കാര്യമില്ല. ഒരു പാൻ ഇന്ത്യൻ പ്രോബ്ലം ആയി, പാൻ ഇന്ത്യൻ ഇഷ്യൂ ആയി അതിന്റെ ഇടയ്ക്ക്. അപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ വന്ന് പറഞ്ഞിട്ട് പോവാം, ഓരോന്നിനിരുന്ന് റിപ്ലൈ കൊടുക്കണ്ടല്ലോ. ദാമിന്റെ അപ്ഡേറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. ദാമു എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു, പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല അവൻ. പ്രത്യേകിച്ച് റൂമിന്റെ അവസ്ഥ എന്താണ്? റാസി എടാ കുഞ്ഞിന്റെ 28 കഴിഞ്ഞിട്ട് തിരിച്ചു പോകാന്നുള്ള പ്ലാനിലാണ് ഇരിക്കണേ. വാസട്ടി സുഖമാണ്. വിഫി വെൽക്കം ടു ദ സ്ട്രീം. വിഫി